ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മിനിമൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാം. ഓക്കെ, എൻ്റെ അടുത്ത് ഉള്ള പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫൗണ്ടേഷൻ ഉണ്ട്, പിന്നെ ഐലൈനർ ആൻഡ് ലിപ്സ്റ്റിക് ആൻഡ് ബ്ലഷ്. സോ ഇതാണ് ബേസിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ്. സോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഞാൻ ഓൾറെഡി സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അത് മേക്കപ്പിൽ വരില്ലല്ലോ, അത് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീനിലുള്ളതായിരിക്കുമല്ലോ. സോ എൻ്റെ ഫേസിൽ ഞാനിപ്പം മോയ്സ്ചറൈസറും ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, എൻ്റെ അടുത്തുള്ളത് ഈ ഫൗണ്ടേഷനാണ്. നമ്മുടെ നാട്ടിലൊരു ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് കളറിലുള്ളൊരു ഫൗണ്ടേഷൻ കിട്ടാനല്ലേ. നിങ്ങൾ മിന്ത്രയല്ല മീഷോയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കാരണം ഞാനിത് വാങ്ങിയത് മറ്റേ ഷെയ്നുള്ള ആപ്പാണ്. അത് ഇന്ത്യയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ UK ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഷെയ്നുള്ള ആപ്പ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിലുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫൗണ്ടേഷൻ അല്ല, ഇത് കൺസീലറാണ്. പക്ഷെ ഞാനിത് ഫൗണ്ടേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐബ്രോസ് ആണ്. എനിക്ക് ഐബ്രോസ് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു സമാധാനം വരിക. ഞാൻ ഐബ്രോസ് ഈ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, ഇതിൽ കളറൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഒരു ഹെയർ കോംബ് പോലെ. സി, ഇനി നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. കൺസീലറാണ് ആക്ച്വലി, ഞാനത് ഫൗണ്ടേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാനിത് ഭയങ്കര ഗുഡൊന്നുമല്ല മേക്കപ്പിൽ, ഐ എം ജസ്റ്റ് ബിഗിനർ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. എല്ലായിടത്തും ഡോട്ടായിട്ട് ഇട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ കുറച്ച് ഡാർക്ക് സ്കിന്നുള്ളവർ നാട്ടിൽ നിന്ന് എവിടെ നിന്നാണ് നിങ്ങൾ ഫൗണ്ടേഷനും കൺസീലറൊക്കെ വാങ്ങുക? കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത്, ഞാൻ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് എൻ്റെ സ്കിൻ കളറിനെ പറ്റിയൊരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ തപ്പാത്ത സ്ഥലങ്ങളില്ല. എനിക്കറിയില്ല നാട്ടിലുള്ളവരൊക്കെ എങ്ങനെയാണ് കുറച്ച് ഡാർക്കായിട്ടുള്ള സ്കിന്നുള്ളവർ. സോ ഹാർഡ്. ഞാൻ എപ്പോഴും ഇടുമ്പോൾ കുറച്ച് ഇങ്ങനെ നെക്കിലും കുറച്ച് ഇടാറുണ്ട്. കാരണം എൻ്റെ നെക്ക് കുറച്ച് ഡാർക്ക് കളറാണ്, അപ്പോൾ കുറച്ചിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ഈ സാധനം വെച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ കൈ വെച്ചും ചെയ്യാം. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇത് വേണമെന്നൊരു നിർബന്ധവും ഇല്ല ഗൈസ്. പിന്നെ ഞാനത് ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഇതിൻ്റെ പേരെന്തായാലും ഞാൻ മറന്നുപോയി. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ്. ഓക്കെ, കൈകൊണ്ട് ചെയ്താലും മതി കേട്ടോ. കൈകൊണ്ട് ചെയ്യാൻ അറിയാവുന്നവർ. ഇത്ര ആർഭാടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ കണ്ണ് പുരുകത്തിൻ്റെ അവിടെ ഐബ്രോസ് ചെയ്തതൊക്കെ ഇപ്പോൾ പോയി. ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി ഐബ്രോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബ്ലഷാണ് ഞാൻ ഇടുന്നത്, പൗഡർ ബ്ലഷ്. ഓക്കെ, അപ്പോൾ ഒരു ബ്രഷ് വെച്ചിടുകയാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, ഇവിടെ അതേപോലെ ഇടുക. ജസ്റ്റ് ഓപ്പോസിറ്റ് മേളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട്, ബ്രഷ് ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടാണ് ഇട്ടാൽ മതി കേട്ടോ. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സോ ഇട്ട് ഓക്കെ. ഇപ്പോൾ ഒരു ചെറിയൊരു പിങ്ക് കളർ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം എൻ്റെ ബ്ലഷിൻ്റെ കളർ ലൈറ്റ് പിങ്കാണ്. ഓക്കെ, ഞാനൊരു ഓൾ പിങ്ക് കളറിലാണ് ഇന്നുള്ളത്.
is that. വേണമെങ്കിൽ ഒരു ഇത്തിരി മൂക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇടാം. നമ്മൾ ചുമന്ന് തൊടുത്തിരിക്കട്ടെ. ഓക്കെ, ഇനിയാണ് മെയിൻ പാർട്ട്, ഐലൈനർ ഇടുന്നതിൽ ഞാനൊരു പ്രോ അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. സോ വിൽ സീ. സോ ഞാനിപ്പോൾ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതുന്നുള്ളൂ. ഞാൻ കണ്ണ് ഇങ്ങനെ സൈഡിൽ വാലക്കിട്ട് എഴുതി ശ്രമിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഐലൈനേഴ്സ് ഇല്ലേ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാവുന്നത്. ഞാനതിൻ്റെ സൈഡിൽ ഒന്നുകൂടി സെറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു ലൈനൊക്കെ ഇട്ട്. ഓക്കെ, കുറച്ച് ഓവറായെന്നറിയില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഈ സൈഡിൽ എഴുതാൻ എനിക്ക് അത്ര വശമില്ല, അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്കുള്ള തേർഡ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക്. സോ എൻ്റെ അടുത്തുള്ള ലിപ്സ്റ്റിക്ക് ഇതാണ്. എനിക്ക് എന്നെപ്പോലെ ഈ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ ലിപ്സ്റ്റിക്ക് ചേരുമെന്ന് തോന്നുന്നു. ഫിയർലെസ് 135. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇഷ്ടമാണ് കേട്ടോ. സോ ഇനി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോകണം. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ലിപ്പ് ലൈനേഴ്സൊക്കെ ഇട്ടിട്ട് ഇടണം. നമ്മൾ മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ടായതുകൊണ്ട് ലിപ്പ് ലൈനേഴ്സ് ഇടുന്നില്ല. ഇതുകൊണ്ട് തന്നെ ലിപ്പ് ലൈനേഴ്സ് ഇടാൻ വേണമെങ്കിൽ. സോ ലൈക്ക് ദിസ്. ലിപ്പ് ലൈനർ പോലെ ആയില്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെ ലിപ്സിൻ്റെ നടുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് തീരാനായി, അതാണ് ഞാനിങ്ങനെ കുലുക്കിയൊക്കെ എടുക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കളറായതുകൊണ്ട്. ഓക്കെ, മാറ്റ് ഫിനിഷൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിന് പോകാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി പ്ലംബി ലിപ്സാണ് ഇഷ്ടം. ഓക്കെ, ഇനി നമ്മൾ ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്ന ഐബ്രോസ് ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി ബ്രഷ് ചെയ്ത് വയ്ക്കാം. നമുക്ക് UK-ൽ ഐബ്രോസ് എടുക്കാൻ ഭയങ്കര പൈസയാണ് കേട്ടോ. ഞാനതുകൊണ്ട് ഇവിടുന്ന് ഐബ്രോസൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യും, പിന്നെ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മുടി സെറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫൈനൽ ലുക്ക്. ദാറ്റ്സ് ഓൾ ഡൺ. അപ്പോൾ നമ്മൾ ഈ കൺസീലർ ഓർ ഫൗണ്ടേഷൻ, ഐലൈനർ, ബ്ലഷ് ആൻഡ് ലിപ്സ്റ്റിക്, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. ഡു യു ലൈക്ക് ഇറ്റ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മോർ വീഡിയോസ് ഇടാം. പിന്നെ ഞാൻ ഈ ഹെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഹെയർ ഇങ്ങനെ അല്ല കേട്ടോ. എൻ്റെ ഹെയർ കുറച്ച് വേവി കേളിയൊക്കെ ആയിട്ടുള്ള ഹെയറാണ്. ഇത് ഞാൻ ബ്ലോ ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, bye guys, see you with another video. Bye, see you.